ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുണ എന്നാണ്. ഞാൻ ഇപ്പോൾ SSLC പഠിച്ചിറങ്ങിയ ഒരു പേഴ്സൺ ആണ്. ഈ +1 ആണ്. +1 ക്ലാസ് തുടങ്ങിയിട്ടില്ല. ജൂലൈ 6 ക്ലാസ് തുടങ്ങുന്നത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ ചാനൽ കാണുന്നത്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഞാൻ SSLC ബോർഡ് എക്സാം എഴുതിയപ്പോൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസസ്, എൻ്റെ SSLC എക്സ്പീരിയൻസസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നുള്ളത്. ആസ് എ ബിഗ് സിസ്റ്റർ, ആസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ കടമയാണ് ഇങ്ങനെ ചെയ്യാന്നുള്ളത്. ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ SSLCയിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപാട് വലിച്ചു നീട്ടലും കാര്യങ്ങളൊന്നുമില്ല, വളരെ ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ്. ജസ്റ്റ് കണ്ടിരിക്കുക. ഇനി ഞാൻ ഒരുപാട് എങ്ങനെയൊക്കെയാണ് പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. ആക്ച്വലി നമ്മൾ SSLCയിൽ പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചുമ്മാ ബുക്കുകൾ, നോട്ട്സുകളൊക്കെ ഇങ്ങനെ വായിച്ച് പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പിന്നീട് ബോർഡ് എക്സാം ആകുന്ന സമയത്ത് അത് ആദ്യം തൊട്ട് ഒരു ഫുൾ പഠിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ശരിക്കും പറഞ്ഞാൽ SSLCയിലായിരുന്നാലും നമ്മൾ +1 ആയിരുന്നാലും +2 ആയിരുന്നാലും ഏതൊരു ക്ലാസ് ആയിരുന്നാലും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ രീതി ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തു. ഏറ്റവും സീറോയിൽ കടന്ന എൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പോൾ 7 A+ഉം 5 A+ഉം ആയിട്ടൊക്കെ എത്തി നിൽപ്പുണ്ട്. ഐ എം വെരി ഹാപ്പി. ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിന്. അപ്പോൾ അവരെയൊക്കെ എനിക്ക് ഒരുപാട് മുമ്പിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അപ്പം എൻ്റെ കടമയാണ് നിങ്ങളെയും ഇതുപോലെ മുമ്പിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. എൻ്റെ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ. ഞാൻ ഇനിയും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇടുന്നതാണ്. എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ട് പോവുക, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ എന്നെ കണ്ടെന്ന് വരില്ല, അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ലൈറ്റനിങ്ങിൻ്റെയും ഓഡിയോയുടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഉണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹെഡ്സെറ്റിൻ്റെ മൈക്കാണ്. അതിൻ്റേതായിട്ടുള്ള ക്ലാരിറ്റി കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ലോങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ 2x കാണുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു തോട്ടിൽ നിന്ന് SSLC എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം. SSLC കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ SSLC എന്ന് പറയുന്നത് വളരെ വലിയൊരു ബിഗ് ഡീലായിട്ടൊന്നും നിങ്ങൾ കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ആണ്. വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ SSLCയിൽ ഓരോ ചാപ്റ്റേഴ്സ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ വട്ടവും SSLC ഏകദേശം ഒരു 4-5 ലക്ഷം ആൾക്കാരാണ്, സ്റ്റുഡൻസ് ആണ് SSLC എഴുതാറുള്ളത്. ഈ SSLCയിൽ 5 ലക്ഷമൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞ വർഷം വരെയുള്ള റെക്കോർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 60,000 സ്റ്റുഡൻസ്, അതിപ്പം ബോയ്സും ഗേൾസും മിക്സ്ഡ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, 60,000-തോളം സ്റ്റുഡൻസിനാണ് ഫുൾ A+ നേടിയിട്ടുള്ളത്. പക്ഷെ ഈ വർഷം വരികയാണെങ്കിൽ, അതായത് ഞാനൊക്കെ എഴുതിയ സിലബസ് ഇപ്പം 2025-2026 സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം അതിൻ്റെ പകുതിയായ 30,000 കുട്ടികൾക്കാണ്, സ്റ്റുഡൻസിനാണ് A+ ലഭിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഏകദേശം അതിൻ്റെ പകുതിയോളമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ 60,000 കുട്ടികൾക്ക് A+ നേടിയിരുന്നെങ്കിൽ ഈ വട്ടം നമ്മുടെ നമ്മുടെ SSLC സ്റ്റുഡൻസ് നേടിയിട്ടുള്ളത് 30,000 കുട്ടികളാണ് ഫുൾ A+ നേടിയിട്ടുള്ളത്. അതിൻ്റെ നേർപകുതി ആവുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഈ വർഷം തൊട്ട് അതായത് ഈ കഴിഞ്ഞ SSLC ബാച്ച്, ഞാൻ പഠിച്ചിറങ്ങിയ 2025-2026 എന്ന് പറയുന്ന ബാച്ച് എത്രത്തോളം ടഫ് ആണെന്നുള്ളത്. സിലബസ് മാറ്റി നമുക്ക് എടുത്തു നോക്കാൻ വേണ്ടിയിട്ട് ഒരു PYQ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഒരു കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചു. പോരാഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമുക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ബിഗ് ഡീലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷം ഉറപ്പായിട്ടും 60,000 എന്നുള്ളത് നേർപകുതിയായി 30,000 A+കളായിട്ട് മാറിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇനി എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയാം. ഞാൻ SSLCയിൽ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്ന ഒരാളാണ്. അതായത് ഫെബ്രുവരി മാർച്ചിനാണ് ഞാൻ പഠിക്കുന്നത്. ഫെബ്രുവരി 26-ാം തീയതി വരെയൊക്കെ ഞങ്ങൾക്ക് മോഡലായിരുന്നു. മോഡൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പഠിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാനൊരു മൾട്ടി ടാസ്കർ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് സ്കൂളിലെ എല്ലാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഞാൻ ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഇതിൻ്റെ എല്ലാ ലീഡർഷിപ്പും എങ്ങനെയെന്നറിയില്ല, കറക്റ്റ് എൻ്റെ തലയിൽ തന്നെയാണ് വന്ന് വീഴുന്നതും. ഞാൻ ഒരു സ്കൂൾ ലീഡർ ആയിരുന്നു, ക്ലാസ് ലീഡർ ആയിരുന്നു, ലിറ്റിക്കേച്ചർ ലീഡർ ആയിരുന്നു, പിന്നെ ഡാൻസ്, പാട്ട്, ഇതെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് ഞാനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ക്ലാസ്സിൽ ഇരിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പഠിക്കാനോ ഉള്ള സമയം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ട്യൂഷനൊന്നും പോയിട്ടില്ല. ഇടയ്ക്ക് ഒരു മാസമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ട്യൂഷന് പോയിട്ട് എനിക്ക് പേഴ്സണലി യൂസ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല, ഇഷ്ടം തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ട്യൂഷന് പോവുക അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മോഡൽ പരീക്ഷയുടെ സമയത്താണ് ഞാൻ ആക്ച്വലി റിയലൈസ് ചെയ്യുന്നത്, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എനിക്കൊരു വെണ്ടയ്ക്ക അറിഞ്ഞൂടെന്ന്.
ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്താണെങ്കിൽ ഒന്നും അറിഞ്ഞൂടാ. ടെക്സ്റ്റ് ബുക്ക് തുറക്കുകയാണെങ്കിൽ കടല് പോലെ ഇങ്ങനെ കിടക്കുവാണ്, സബ്ജക്റ്റും പോർഷൻസും ഒക്കെ ഇങ്ങനെ കിടക്കുവാണ്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ വീട്ടിൽ വന്ന് കരയാൻ തുടങ്ങി മോഡൽ കഴിഞ്ഞപ്പോഴത്തേനും. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, ഇനിയും സമയമുണ്ട്, നീ പഠിക്കൂ, നിനക്ക് പറ്റുമെങ്കിൽ നിനക്ക് ഇനിയും സമയമുണ്ട്, എടുത്തു വെച്ച് പഠിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പം ലാസ്റ്റ് ഏകദേശം 26 കഴിഞ്ഞിട്ട് 1 വീക്ക് ഓളം ഞാൻ, 1 വീക്ക് അല്ല, ഒരു 2 വീക്സോളം എങ്ങനെയോ എടുത്ത്, 2 വീക്കില്ല 1 വീക്കോളം ഞാൻ ഇങ്ങനെ ഇരുന്ന് പഠിച്ചു. അതിനെക്കുറിച്ചിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. വേറൊരു വീഡിയോ ചെയ്യാം എങ്ങനെയാണ് പഠിച്ചത്, കംപ്ലീറ്റ് സിലബസ് ഒരാഴ്ചയിൽ എങ്ങനെ തീർത്തു എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അങ്ങനെ ഫെബ്രുവരിയിൽ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. രാവിലെയൊക്കെ എഴുന്നേറ്റ് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കും. അതുപോലെ തന്നെ മാർച്ചിലാണ് നമ്മുടെ എക്സാം തുടങ്ങുന്നത്. മാർച്ച് 3-ാം തീയതിയോ 5-ാം തീയതിയോ ആയിരുന്നു നമ്മുടെ എക്സാം തുടങ്ങുന്നത്, സത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇരുന്ന് 5-ാം തീയതിയാണ് തുടങ്ങുന്നത്, മാർച്ച് 5. 5-ാം തീയതി തുടങ്ങി. അപ്പോൾ നമുക്ക് സ്റ്റഡി ലീവ് ഉണ്ട്, ഓരോ എക്സാം കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ലീവ് ഉണ്ട്. ആ സമയത്തൊക്കെ ഇരുന്ന് പഠിച്ച് ആണ് ഞാൻ സത്യം പറഞ്ഞാൽ 8 A+ഉം 2 Aയും കിട്ടിയത്. എനിക്ക് 2 A+ പോയത് കെമിസ്ട്രിയും മാത്സും ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ വീക്കാണ് കെമിസ്ട്രിയിലും മാത്സിലും. എനിക്ക് മാത്സിൽ സത്യമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലും അറിയില്ല. ഞാൻ അത്രയ്ക്ക് വീക്കായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എന്നിട്ടും എനിക്ക് A ഉണ്ടായിരുന്നു. ഗ്രേസ് മാർക്ക് ആഡപ്പാണ്. സ്റ്റിൽ ഐ ഹാവ് A both in chemistry and mathematics. ബാക്കി എല്ലാത്തിനും എനിക്ക് A+ ഉണ്ടായിരുന്നു. ഐ എം വെരി ലക്കി. ഐ വാസ് ലൈക്ക്, എനിക്ക് 4 A+, 3 A+, 5 A+ ഒക്കെ ആയിരുന്നു. ലാംഗ്വേജ് ഉൾപ്പെടെ ഞാൻ കൂട്ടി വെച്ചിരുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഐ വാസ് റിയലി ഷോക്ക്ഡ് ആൻഡ് വെരി ഗ്രേസ്ഫുൾ ആക്ച്വലി. അങ്ങനെയാണ് എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആദ്യം ശരിയാക്കണം. SSLC ഭയങ്കര പാടാണെന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കുക. ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് ഇത് ഇനിയിപ്പം SSLC ഇങ്ങനെയാണ് എന്ന് വിചാരിച്ച് പോട്ട് പുല്ല് അടുത്തതിൽ പിടിക്കും, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പറയുന്നത് SSLC ഭയങ്കര പാടാണ്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം, SSLC ഈസ് ആക്ച്വലി നോട്ട് ദാറ്റ് ടഫ്. എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എനിക്ക് അങ്ങനെ SSLC ഭയങ്കര ടഫാണെന്നോ അല്ലെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്നോ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ പഠിക്കാതിരുന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് നല്ല A+ വേണം, എനിക്ക് പഠിക്കാൻ പറ്റും എന്ന് ഞാനിങ്ങനെ കൊണ്ടുവന്ന സമയത്ത് എനിക്ക് 8 A+ എന്ന് പറയുന്ന ഒരു റിസൾട്ട് കിട്ടി. ഞാൻ ആഗ്രഹിച്ചല്ല, ഞാൻ വിചാരിച്ചിരുന്നത് വെറും 3 A+, 4 A+ ആണ്. അവിടെ നിന്ന് 8 A+ ഇസ് വെരി ഫാർ അവേ. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് ആദ്യം മാറ്റണം. ആദ്യം നെഗറ്റിവിറ്റി ഒക്കെ എടുത്ത് കളയണം. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ബാക്കിയുള്ള കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടാതെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് മൈൻഡൊക്കെ നന്നാക്കി നല്ല ഫ്രണ്ട്സും നല്ല ഫുഡും ഒക്കെ കഴിച്ച് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുക. SSLC കുറച്ച് റഷ് ആയിട്ടുള്ള ഒരു ഗ്രേഡാണ്. നമുക്ക് പിന്നീട് ഒരു സമയവും കാര്യങ്ങളോ ഒരു സെൽഫ് പ്രെപ്പിന് ഒന്നിനും നമുക്ക് പറ്റില്ല. ഇച്ചിരി റഷ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഫെബ്രുവരി ലാസ്റ്റ് മന്തൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് മനസ്സിലാവും, എക്സ്പീരിയൻസ് ചെയ്യും നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ശരിയാക്കാം. നെഗറ്റിവിറ്റി എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് കളയാം. എനിക്ക് പറ്റില്ല, ഇത് ഇത്രയ്ക്ക് പാടാണ്, ഇത് കാണുമ്പോൾ തന്നെ ഇതെന്തോന്ന് എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ വിചാരിച്ചൊരു പേഴ്സണാണ്. ഇപ്പം കെമിസ്ട്രി ആയിരുന്നാലും മാത്സ്, അഫ്കോഴ്സ് മാത്സും കെമിസ്ട്രിയും ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് കണ്ടിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ആക്ച്വലി ഇറ്റ്സ് വെരി റൈറ്റ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ അത് പഠിക്കുക, എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യാൻ നോക്കുക. ഇത് പഠിച്ച് നന്നായിട്ട് അറിയാമെന്നുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക, ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക. അങ്ങനെ ആൾക്കാരുടെ ചോദിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കണ്ടുകൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ 2 വാക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ട് പറ്റില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. SSLC ഭയങ്കര സിമ്പിളാണ് മക്കളെ. പക്ഷെ ഇപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറ്റിയപ്പോഴാണ് അത് കുറച്ചും കൂടെ ടഫ് ആയത്. അല്ലാത്ത പക്ഷം SSLC നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഗ്രേഡ് തന്നെയാണ്. പഴയത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം കുറച്ച് ടഫായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അടുത്ത എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് കമ്പയർ എക്സാംസ്. ഓണം എക്സാമായിട്ട്, ക്രിസ്മസ് എക്സാമായിട്ട്, ബോർഡ് എക്സാമായിട്ട് ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യരുത്. എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ടേം എക്സാംസും ബോർഡ് എക്സാംസും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടും 2 അർത്ഥമാണ് വരുന്നത് ആക്ച്വലി. അതുപോലെ തന്നെയാണ് മറ്റൊരാളുടെ മാർക്ക് നമ്മൾ കമ്പയർ ചെയ്യരുത്. നമ്മുടെ കൂട്ടുകാരുടെ മാർക്ക് വെച്ച് നമ്മളുടെ മാർക്ക് കമ്പയർ ചെയ്യരുത്. ആക്ച്വലി അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഒരു ത്വര ചില ആൾക്കാർക്ക് കൂടും, ചില ആൾക്കാർക്ക് കുറയും. നമ്മളെ തന്നെ ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടാകുകയാണ് നമുക്കിപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ. സോ പ്ലീസ് ഡോണ്ട് കമ്പയർ മാർക്സ് ആക്ച്വലി. അത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ഈ A+ ഇമ്പോർട്ടൻ്റ് ആണോ? എൻ്റെ അടുത്ത് ഒരുപാട് മക്കൾ ചോദിച്ചിട്ടുള്ളതാണ്. ജൂനിയർ പിള്ളേർ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി A+ കിട്ടിയിട്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ, എന്തിനാണ് ഈ ഫുൾ A+?
ഫുള്ള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ആക്ച്വലി ഫുൾ എ പ്ലസ് എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് ഒരു ജോബിന്റെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് SSLC സർട്ടിഫിക്കറ്റ് ഭയങ്കര വാല്യൂ ഉള്ളൊരു കാര്യമല്ല. +2ന്റെ മാർക്കാണ് നമ്മളിപ്പോൾ ഒരു ജോബ് ഇന്റർവ്യൂ ഓർ എവിടെ പോയാലും +2 മാർക്കാണ് അവർ ആക്ച്വലി നോക്കുന്നത്, പെർസെൻറ്റേജ് ആണ് നോക്കുന്നത്. എന്തിനാണ് പിന്നെ SSLCയിൽ ഫുൾ എ പ്ലസിന്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ ഇഷ്ടമുള്ള സ്ട്രീം എടുത്ത് പഠിക്കണ്ടേ. അപ്പോൾ ഈ ഇഷ്ടമുള്ള സ്കൂളിൽ ഇഷ്ടമുള്ള സ്ട്രീം, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ട്രീം കിട്ടണം എന്നുണ്ടെങ്കിൽ SSLC മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും തേർഡ് അലോട്ട്മെന്റ് നെക്സ്റ്റ് മൺഡേ ആണ്. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് പേർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്കൂളിൽ മാർക്ക് കുറഞ്ഞത് കൊണ്ട്, A+ന്റെ എണ്ണം കുറഞ്ഞത് കൊണ്ട് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിന് സ്കൂൾ അഡ്മിഷൻ ആയിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ള സ്കൂൾ കിട്ടിയിട്ടില്ല, ഇഷ്ടമുള്ള സ്ട്രീം കിട്ടിയിട്ടില്ല. അപ്പോൾ സ്കൂൾ കിട്ടിയാൽ തന്നെ ഇഷ്ടമുള്ള സ്ട്രീം അവിടെ കാണില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഫസ്റ്റ് വെച്ചത് കോട്ടൺ ഹില്ലായിരുന്നു. ഹോം സയൻസ് സ്ട്രീമാണ് വെച്ചത്. അത് തന്നെ കിട്ടി. അവിടെ തന്നെ എനിക്ക് കിട്ടി. എനിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അവിടെ കിട്ടിയത്. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ മാർക്ക് ഈ A+ന്റെ എണ്ണമല്ല, അത്യാവശ്യം മാർക്ക് കുറവാണെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ വിചാരിക്കുന്ന സ്കൂളിൽ നമുക്ക് കിട്ടില്ല. നമ്മുടെ റാങ്ക് ഒക്കെ വളരെ കുറവായിരിക്കും. സോ അതാണ് പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ +1 നമുക്ക് ഇഷ്ടമുള്ള സ്കൂളും കാര്യങ്ങളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് SSLCയിൽ നല്ല മാർക്ക് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ട്രീമൊക്കെ എടുത്ത് പഠിക്കണ്ടേ. അപ്പം SSLCയിലെ മാർക്കാണ് ഈ +1 അഡ്മിഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ സ്കൂൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് പ്രശ്നം. പിന്നെ നിങ്ങൾ ഈ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ഒക്കെ എഴുതുന്ന സമയത്ത് എനിക്ക് A+ കുറഞ്ഞു പോയി, അയ്യോ എനിക്ക് ഇനി ബോർഡ് എക്സാമിൽ എന്തെങ്കിലും A+ കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ബോർഡ് എക്സാമും ഒക്കെ വേറെയാണ്. ഞാനത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ ബോർഡ് എക്സാമിന് അവർ മാർക്ക് ചെയ്യുന്നത് തന്നെ വേറൊരു ടൈപ്പ് രീതിയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ എഴുതിയ പരീക്ഷ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് അതാണ്. അവര് മാർക്ക് ചെക്ക് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ജയിപ്പിച്ചു വിടും. പക്ഷെ സ്കൂളിൽ അങ്ങനെയല്ല. നമ്മുടെ സ്വന്തം ടീച്ചർമാർ പിടിച്ചാണ് മാർക്ക് തരുന്നത്. അത് നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ബോർഡ് എക്സാം അങ്ങനെയല്ല. ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരത് നമ്മളെ കറക്റ്റ് ചെയ്തിട്ട് വിടുകയാണ് ചെയ്യുന്നത്. മാർക്ക് ഇട്ട് തരും. അഫ്കോഴ്സ് ഉറപ്പായിട്ട് മാർക്ക് ഇട്ട് തരും. സോ ഓണം എക്സാമിന് എനിക്ക് മാത്സിന് C+ ഒക്കെയാണ് ഉള്ളത്. പക്ഷെ ബോർഡ് എക്സാമിന് വരുന്ന സമയത്ത് അത് A ആയി. അത് എന്ന് പറയുന്നത് വലിയൊരു ദൂരത്ത് കിടക്കുന്ന കാര്യമാണ്. C എന്നുള്ളത് A ആയി. അപ്പം വളരെ വലിയൊരു ബിഗ് ഡീലാണ്. കെമിസ്ട്രിയും അതുപോലെയൊക്കെ തന്നെയാണ്. B+ലൊക്കെ കിടന്നതാണ്. A ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്ന സബ്ജക്ട്സ് ഒക്കെ തന്നെയാണ്. കാരണം ഞാനതിൻ്റെ പേഴ്സണൽ കാര്യമാണേ പറയുന്നത്. ഈ കിട്ടുന്ന സമയം മൊത്തം ഇങ്ങനെ ട്യൂഷന് പോയി കളയരുത്. ട്യൂഷൻ ഒക്കെ നല്ലതാണ്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ട്യൂഷൻ ഇഷ്ടമേ അല്ല. വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെയല്ല. ഞാൻ ട്യൂഷൻ ക്ലാസ്സിന് എന്നും കുറച്ച് കാണുന്നതല്ല. എല്ലാവർക്കും അങ്ങനെയല്ല. ചില ആൾക്കാർക്ക് ട്യൂഷൻ ഇല്ലാതെ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കീപ് ഗോയിങ്. പക്ഷെ എല്ലാ സബ്ജക്ട്സിനും നമ്മൾ ട്യൂഷന് പോകുന്ന സമയത്ത്, ഡെയിലി ട്യൂഷന് പോകുന്ന സമയത്ത് നമുക്ക് വീട്ടിലിരുന്ന് ആ ഒരു സബ്ജക്റ്റ് സ്വസ്ഥമായിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. അതായത് ട്യൂഷന് പോകുന്ന സമയത്ത് അവരവിടെ ചെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്, ടീച്ച് ചെയ്യാണ് ചെയ്യുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് വീട്ടിൽ വന്ന് നമ്മുടെ സ്റ്റഡി സ്പേസിലിരുന്ന് നമ്മൾ ആ ബുക്ക് എടുത്ത് വെച്ച് പഠിച്ച് മനസ്സിലാക്കി, ടൈം എടുത്ത് മനസ്സിലാക്കി വായിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം. ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. ഞാൻ ട്യൂഷന് പൊക്കോണ്ടിരുന്നതാണ്. ഒരു 1-2 മാസം ഞാൻ ട്യൂഷന് പൊക്കോണ്ടിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയത് നമ്മളവിടെ ടീച്ച് ചെയ്യാണ്. അപ്പം നമുക്ക് പഠിക്കാനായിട്ട് ഒരു സമയം കിട്ടുന്നില്ല. വീട്ടിൽ വരുമ്പോൾ തന്നെ ഒരു നേരമാവും. പിന്നെ ഫ്രഷ് ആവണം. പിന്നെ ഹോം വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ടൈം ടേബിൾ എടുത്ത് വെക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് പിന്നെ എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. അതെനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. പിന്നീട് ഞാൻ ട്യൂഷനൊക്കെ നിർത്തിയ സമയത്ത് ലാസ്റ്റ് മന്തൊക്കെ ആയ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് സമയമെടുത്ത് വായിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ആണ് എനിക്ക് 8 A+ കിട്ടിയത്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ ട്യൂഷന് പോകും, നിങ്ങൾക്ക് ഒരുപാട് ടഫായിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ കാണൂലേ, മാത്സോ കെമിസ്ട്രിയോ ഫിസിക്സോ, നിങ്ങൾക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ടഫ്. അതിന് മാത്രം പോവുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എല്ലാ ലാംഗ്വേജസും പിന്നെ എന്താണ് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, SS എല്ലാത്തിനും പോകേണ്ട കാര്യമില്ല. SS-നൊന്നും ട്യൂഷന് പോകേണ്ട കാര്യമില്ല. SS എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിക്ക് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമെങ്കിൽ SS വായിക്കുക, നന്നായിട്ട് വായിച്ച് പഠിക്കുക. അതാണ് SS-ന്റെ ഒക്കെ ട്രിക്ക് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ പോയി SS ഒന്നും ഒരിക്കലും പഠിക്കരുത്. കെമിസ്ട്രിയോ ഫിസിക്സോ മാത്സോ ബയോളജിയോ ഒക്കെ ഒട്ടും പറ്റുന്നില്ല, ഒട്ടും തന്നെ നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ
ട്യൂഷന് പോവുക. അല്ലാത്ത സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ മാക്സിമം ടൈം എടുത്ത് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഫസ്റ്റ് ടേമിൽ പഠിച്ചതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഓർത്തെടുത്ത് എഴുതാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ മാത്സ് ഒക്കെ പഠിക്കാൻ തുടങ്ങി കാണും അഫ്കോഴ്സ്. അപ്പോൾ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഈ അരിത്മെറ്റിക് സീക്വൻസിൽ തന്നെ ഈ ഇക്വേഷൻസ്, ഡയറക്റ്റ് ഇക്വേഷൻസ് ഇല്ലെങ്കിൽ പോലും ഒരുപാട് റൂൾസ് ഉണ്ട്. നമ്മുടെ ഈ അരിത്മെറ്റിക് സീക്വൻസ് എഴുതുന്ന സമയത്ത് ഒരു ലോ പോലെ കുറച്ച് റൂൾസ് ഉണ്ട്. ഇത്ര പോകുന്ന സമയത്ത് പിന്നെ ഇക്വേഷൻസ് ഉണ്ട്, ഈ എക്സ് എൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ചെറിയ ബുക്കോ പേപ്പറോ എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മാത്സ് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു ബുക്ക് തന്നെ എടുത്തിട്ട് ഈ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ ഓരോ ചെറിയ റൂൾസും ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ചെറിയ ഇക്വേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ എഴുതുക. അതായത് ഓരോ നമ്പേഴ്സിന് ഓരോ ഇക്വേഷൻസ് ആണ്, ഓരോ ടൈപ്പ് ഇക്വേഷൻസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലാണോ എന്നറിയില്ല, പക്ഷെ പിന്നീട് ഒരു ചാപ്റ്ററിലുണ്ട് അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ നിങ്ങൾക്ക് പിന്നീട് മാത്സിൽ വരും. അപ്പോൾ അതിലൊക്കെ വരുന്ന സമയത്ത് ഓരോ ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാത്സിന് എപ്പോഴും ഒരു സെപ്പറേറ്റ് ബുക്ക് വച്ചിരിക്കുക. ഒരു ലൈൻ എടുത്ത ബുക്കാണ് അത്രയും നല്ലത്. ബുക്ക് വെച്ചിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററിൽ ഓരോ ഇക്വേഷൻസ് എഴുതി പോവുക. പിന്നീട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഓണപ്പരീക്ഷ വരികയാണ്. ലാസ്റ്റ് മിനിറ്റ് ഹാളിൽ കയറുന്നതിന് മുന്നേ ഇത് എടുത്ത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് അല്ല, എ അല്ലെങ്കിൽ എ പ്ലസ് ഉറപ്പാണ് മക്കളെ. നമുക്ക് ഒരുപാട് അത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് വെക്കുക. അതുപോലെ ഈ ചെറിയ ലോസ് ഉണ്ട്, ഇങ്ങനെ വരുന്ന സമയത്ത്, എനിക്ക് മാത്സിൽ ഞാൻ പുതിയല്ല കേട്ടോ, അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതായത് മറ്റേ ടാൻജന്റ് ഒന്നും ഇപ്പോൾ പഠിക്കില്ല. ടാൻജന്റിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇന്ന ലോ, ഇന്ന റൂള്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ, ഇക്വേഷനൊക്കെ പി ക്യു ഇസ് ഈക്വൽ ടു പി എസ് അങ്ങനെ പി ആർ എസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ എഴുതി വെക്കുക. ഇപ്പം എനിക്ക് തന്നെ കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ കറക്റ്റ് എഴുതി വെക്കുക. ഇന്ന സ്ഥലത്ത് നമ്മൾ ഇന്ന ഇക്വേഷൻ യൂസ് ചെയ്യണം, ഇന്ന സ്ഥലത്ത് നമ്മൾ ഇന്ന റൂള് യൂസ് ചെയ്യണം, ഇന്ന ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. ഏതൊരു എക്സാം വരുമ്പോഴും, മെയിൻ ആയിട്ടുള്ള ബോർഡ് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ബുക്ക് എടുത്ത് വായിച്ചാൽ മതി. വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാം. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇതിന് മാത്രമല്ല, ഫിസിക്സിനും ഉണ്ട്. കെമിസ്ട്രിക്ക് ഇക്വേഷൻ വരുന്നില്ല എങ്കിലും കെമിസ്ട്രിയുടെ ഫസ്റ്റത്തെ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ നമുക്ക് ഇപ്പോൾ പല നോമൻക്ലേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, ഫസ്റ്റ് ചാപ്റ്റർ. അവിടെയൊക്കെ നമുക്ക് പലതരം ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ എഴുതി വെക്കുന്നത് നല്ലതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോഴത്തേനും ഇന്ന പേരാണ്, അങ്ങനെയൊക്കെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഫസ്റ്റ് എഴുതാൻ പോകുന്നത് ഓണം എക്സാം ആണ്, അല്ലെങ്കിൽ സ്കൂളുകാർ ഒരു ഫസ്റ്റ് മിഡ് ടേം എക്സാം നടത്തും. എനിവേ എന്തായിരുന്നാലും നമുക്ക് ഇത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് എക്സാമിന് തൊട്ട് മുന്നേ എടുത്ത് വായിച്ചാൽ ഭയങ്കര എഫക്റ്റീവാണ്. നമുക്ക് ഇത് വെച്ചിട്ട് എക്സാം വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഫിസിക്സിൽ ഇക്വേഷൻസ് ഉണ്ട്, കെമിസ്ട്രിയിൽ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ചാപ്റ്ററിലത്, പിന്നെ മാത്സ്, അഫ്കോഴ്സ് മാത്സ്. ഇതൊക്കെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് ആക്ച്വലി. എസ് എസ് പഠിക്കാൻ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അഫ്കോഴ്സ് എസ് എസ് ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കഥ പോലെ പഠിക്കുക. എസ് എസ് ആക്ച്വലി ഒരു കഥ തന്നെയാണ്. ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത്, പൊളിറ്റിക്സ്, ഈവൻ പൊളിറ്റിക്സ് ഒരു സ്റ്റോറിയാണ്. നമ്മുടെ നാടിൻ്റെ ഒരു കഥയാണ് ഈ എസ് എസിൽ കൂടുതലും പഠിക്കുന്നത്. അപ്പം ജോഗ്രഫി ആണെങ്കിൽ പോലും പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കഥ പോലെ പഠിച്ചു വെക്കാം. അതായത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം, കുറച്ചൊക്കെ ChatGPT, AI ഒക്കെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഭയങ്കര എഫക്റ്റീവാണ്. എനിക്ക് ട്യൂഷൻ മാസ്റ്റർ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഫുള്ള് കണ്ടത് സൈലത്തിന് ഞാൻ ക്ലാസ് അസ്ത്ര ബാച്ചിലൊന്നും ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. സൈലത്തിൽ ഞാൻ യൂട്യൂബിൽ വരുന്ന ക്ലാസ് കാണും. അതുപോലെ ChatGPT യൂസ് ചെയ്യും. പിന്നെ മാത്സ് ചില ഇക്വേഷൻസ് ഒക്കെ ഞാൻ പിന്നെ ചെയ്യുന്ന സമയത്ത് ചെയ്ത് പഠിക്കുമല്ലോ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ ജെമിനൈ യൂസ് ചെയ്യും. ജെമിനൈ എടുത്ത് ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ചോദിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് പഠിക്കും. അപ്പോൾ കുറച്ച് AI യൂസ് ചെയ്യാം. സോഷ്യൽ സയൻസിൽ എങ്ങനെയാണ് AI യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ടെക്സ്റ്റിൻ്റെ ഫോട്ടോ എടുക്കുക, ChatGPTയിൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ട് ഇത് ടീച്ച് മീ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നന്നായിട്ട് പറഞ്ഞു തരും ChatGPT. ഒരു സ്റ്റോറി പോലെ തന്നെ നമുക്ക് പറഞ്ഞു തരും. അതൊരു കഥയാക്കി തരും, ഒരു ഫാൻറ്റസി സ്റ്റോറി ആക്കി തരും. അപ്പോൾ നമുക്കത് ഓർത്തിരിക്കും, ആ ChatGPT അന്ന് പറഞ്ഞ കഥ ഇതല്ലേ. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ സയൻസ് ഒന്നും കാണാതെ പഠിക്കരുതേ മക്കളെ, എൻ്റെ പൊന്നു മക്കളെ, കാണാതെ പഠിക്കരുത്. പ്രത്യേകിച്ച് ഹിസ്റ്ററി കാണാതെ പഠിക്കുകയും ചെയ്യരുത്. ചില പോയിന്റ്സ് കാര്യങ്ങൾ വരും, അതൊക്കെ കാണാതെ പഠിക്കണം. അഫ്കോഴ്സ്
ജിയോഗ്രഫിയിലാണെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ പേരുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണാതെ പഠിക്കണം. ജിയോഗ്രഫിയിൽ ചില ചാപ്റ്റേഴ്സ് വളരെ സിമ്പിളാണ്, നിങ്ങൾ പഠിക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു ചാപ്റ്ററിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മറ്റേ പെർമാഫ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ടു ദ റെയിനി ഫോറസ്റ്റ്, ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ പെർമാഫ്രോസ്റ്റോ അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതൊന്നും പഠിക്കേണ്ട കാര്യമേ ഇല്ല. അത് ഒരു ടേബിൾ ആയിട്ട് പഠിക്കേണ്ട സംഭവമാണ്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം. എന്തായാലും SS എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല. ഒരുപാട് 10, 12, 13 ചാപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും സ്ട്രെസ് എടുക്കരുത്. ഈ SS പഠിക്കുക, നമ്മളൊരു സ്റ്റോറി പോലെ പഠിച്ചു വെക്കുക. അത് തന്നെയാണ് അതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. പിന്നെ വല്ലാതെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. SS നമ്മളൊരു സ്റ്റോറി പോലെ പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കുക, അത് തന്നെയാണ് കാര്യം. പിന്നെ ടേബിൾ യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മളൊരു ബുക്ക് എടുക്കുക, ടേബിൾ ആയിട്ടാണ് ജിയോഗ്രഫി ഒക്കെ ഞാൻ കൂടുതലും പഠിച്ചത്. പിന്നെ ഇയേഴ്സ് ഓർത്ത് വെക്കണമെന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞ ഇയേഴ്സ് ഒന്നും ഓർത്ത് വെച്ചിട്ടില്ല. ഞാൻ ബോർഡ് എക്സാമിന് ഒരു ഇയർ പോലും പഠിക്കാതെയാണ് പോയത്. അപ്പം ഞാൻ SS-ലൊന്നും ഫുള്ള് പഠിക്കാതെയാണ് പോയത്. ഞാൻ ലാസ്റ്റത്തെ ചാപ്റ്റേഴ്സ് ഒന്നും ജിയോഗ്രഫിയിലായിരുന്നാലും ഹിസ്റ്ററിയിലായിരുന്നാലും പഠിക്കാതെ പോയതാണ്. സ്റ്റിൽ ഐ ഗോട്ട് A+. സോ ഇയേഴ്സ് പഠിക്കണം, പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. പക്ഷെ നിങ്ങൾ പഠിക്കാതിരിക്കരുത്. ഒരു ഏത് സെഞ്ചുറി ആണെന്നെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം നമുക്ക് സെന്റൻസിൽ എഴുതുമ്പം അറിഞ്ഞിരിക്കണമല്ലോ. പിന്നെ ഈ SS നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാം കേട്ടോ. ഒരു സ്റ്റോറി നമുക്കിപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മൾ ഓൺ വേർഡ്സിൽ, നമ്മൾ ഇംഗ്ലീഷിൽ essay എഴുതില്ലേ, അതുപോലെ തന്നെ SS-ൽ ഓൺ വേർഡ്സിൽ എഴുതുക. കൂടുതലും പോയിന്റ് ഇട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓർക്കണം, ഇംഗ്ലീഷ് എക്സാം അല്ല. SS-ൽ ഞാൻ പലവരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. essay പോലെ എങ്ങനെ എഴുതി വെക്കും, അങ്ങനെ ചെയ്യരുത്. പോയിന്റ് ഇട്ട് തന്നെ SS ഒക്കെ എഴുതി പോവുക. പോയിന്റ് ഇട്ടിട്ട് എഴുതി പോകുമ്പം അത് എന്തിന് പോയിന്റ് ഇടണേന്ന് വെച്ചാൽ ലാസ്റ്റ് ബോർഡ് എക്സാമിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു പേജ് essay ടീച്ചേഴ്സ് ആയിട്ടിരുന്ന് വായിക്കാൻ പോണില്ല. അവരിങ്ങനെ കാണുന്ന സമയത്ത് ദേ ഫീൽ ഡിസ്കസ്റ്റഡ് ആൻഡ് ദേ വിൽ പുട്ട് ഒരു സംഭവം. അപ്പോൾ അതോടുകൂടി തീരും. അതുകൊണ്ട് അവർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള പോയിന്റ്സ് ആണെങ്കിൽ നിങ്ങൾ പോയിന്റ് ഇട്ട് തന്നെ എഴുതി പോകും. നന്നായിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോയിന്റ് ഇട്ട് വളരെ നീറ്റായിട്ട് എഴുതുക. അതല്ലാത്തത് കുറച്ച് പിടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ essay ആയിട്ട് എഴുതുക. ദാറ്റ് ഇസ് വേ ബെറ്റർ. പിന്നെ ലാംഗ്വേജസിനൊക്കെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഹിന്ദി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. കാരണം ഹിന്ദി കാരണമാണ് ഞാൻ ലാസ്റ്റ് കരഞ്ഞത് കേട്ടോ. മോഡൽ എക്സാമിന്റെ സമയത്ത് ഹിന്ദി കാരണമാണ് കരഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ആൻഡ് ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക മക്കളെ. ഫസ്റ്റ് ഓഫ് ഓൾ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. കണ്ണടച്ച് തുറക്കുമ്പം ബോർഡ് എക്സാം ആവും. അത് ഞങ്ങൾ അനുഭവിച്ചൊരു കാര്യമാണ്. അതായത് പെട്ടെന്നൊരു നാൾ സ്കൂൾ തുറന്നു, 10ാം ക്ലാസ്സിൽ കയറി, ഇനി സീനിയേഴ്സാ എന്നൊക്കെ പറഞ്ഞിരുന്നതാ. പെട്ടെന്ന് എക്സാമും കഴിഞ്ഞു, ഫ്രണ്ട്സും എല്ലാവരും പിരിഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനെ കാട്ടി സമയം പോകും. ഞങ്ങൾ ബോർഡിൽ ഇങ്ങനെ എഴുതി വെക്കും, 2 something days left for ബോർഡ് എക്സാം. അത് പിന്നെ 100 ആയി, 150 ആയി, 50, 20 ആയി, 21 ആയി, ഒന്നും ഞങ്ങൾ അറിയില്ല. അത്രയ്ക്ക് ഫാസ്റ്റ് ആയിരുന്നു. അപ്പം സമയം ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. ആദ്യം തൊട്ടേ പഠിക്കുകയാണെങ്കിൽ ഫുൾ A+ ഉറപ്പാണ് മക്കൾ. അത് ഏത് പുറകിൽ കിടക്കുന്ന പിള്ളേർക്കായിരുന്നാലും ആദ്യം തൊട്ട് പഠിക്കുക. അത്രയാണ് എനിക്ക്. എന്താണ് ചേച്ചിക്ക് പറയാനുള്ള ഒരു ടിപ്പ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ആദ്യം തൊട്ട് പഠിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം അറിയാനായിട്ട് പറ്റും. ആദ്യം തൊട്ട് പഠിക്കുക, സമയം കളയാതെ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, SSLC ഒരു റഷ് ആയിട്ടുള്ള ഒരു ഗ്രേഡാണ്. ഈ റഷിൻ്റെ ഇടയിൽ നമ്മളെ ഹെൽത്ത് നോക്കുക. പിന്നെ അവസാനം പനിയൊന്നും പിടിക്കരുത്. അതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, കൂടുതൽ സ്റ്റഡീസ് ശ്രദ്ധിക്കുക. പിന്നെ ഈ സ്കൂളിൽ നിന്നൊക്കെ ഒരു പരിപാടിക്കൊക്കെ വിളിക്കും കേട്ടോ, ഈ കലോത്സവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് പോകരുത്. അനുഭവം കൊണ്ട് പറയുന്നതാണ്, അനുഭവം കൊണ്ട്. പ്ലീസ് അതിനൊന്നും പോകരുത്. നിങ്ങൾ ഈ ഒരു വർഷം എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കൂടുതൽ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫോൺ അഡിക്ഷൻ ആദ്യമേ കുറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബോർഡ് എക്സാം ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോൺ ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ വീണ്ടും പ്രശ്നമാവും. ഫോൺ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, അല്ലെങ്കിൽ ഇന്ന ചേച്ചി ഇന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡൗട്ടുകളും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യൂ എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കമൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കൂ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ എൻ്റെ Instagram ID ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തന്നില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും കൂടെ മെസ്സേജ് ഇട്ടിരിക്കണേ, അപ്പം ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ബൈ.